അപ്പോൾ ഇന്ന് നമ്മൾ പോണത് ഭാരതപ്പുഴയ്ക്കാണ്. ഭാരതപ്പുഴ ഞങ്ങളുടെ അവിടുത്തെ ഒരു ഭാഗത്തേക്കാണ് ഞങ്ങൾ പോണത്. അപ്പോൾ ഞങ്ങൾക്ക് അതിലുണ്ടായിരുന്നില്ല. പക്ഷേ ഇവർ എന്നെ വിളിച്ച് കൂട്ടിയോണ്ട് നമുക്ക് ഇതിൽ വരേണ്ട ഒരു ആവശ്യം വന്നിരുന്നു. അതുകൊണ്ട് നമ്മൾ വന്നു. അപ്പോൾ നമുക്ക് വന്നിട്ടുണ്ട് നമ്മൾ കല്ല് പെറുക്കൽ ഭംഗിയുള്ള കുറച്ച് കല്ല് പെറുക്കാൻ വേണ്ടിയിട്ടായിരുന്നു. പക്ഷേ നമ്മൾ ആദ്യം പറഞ്ഞപ്പോൾ ഒന്നും നമ്മൾ കല്ല് പെറുക്കിയിട്ട് പോടി നമ്മളിങ്ങനെ പുഴയൊക്കൊന്നും ഇറങ്ങൂല. പക്ഷേ പുഴയുടെ തന്നെ ആയിരുന്നു എൻ്റെ ഫ്രണ്ടൊക്കെ ഉണ്ടായിരുന്നു, അവളെ അനിയത്തിമാരും. ഞാൻ നല്ല കുട്ടിയായിട്ട് കല്ലൊക്കെ പെറുക്കി 2-3 കണ്ടു. നല്ല ഭംഗിയുള്ള വയലല്ല ഇത്രയൊക്കെ ഞാൻ പെറുക്കിയിട്ട്. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം നിന്നപ്പോൾ കുറേ പേര് വന്ന് കുളിക്കണം, പിന്നെ വിശ്രമം ചെയ്യാൻ നയിക്കാൻ കുറേ പേര് വരുന്നൊക്കെ ഉണ്ടാവും. നമ്മളതൊന്നും നോക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് ഞങ്ങൾ നോക്കിയില്ല. പിന്നെ ഞങ്ങൾ പിന്നെയും ഞങ്ങളുടെ കല്ല് പെറുക്കിലേക്ക് ഫോക്കസ് ചെയ്തു. പക്ഷെ ഒന്നും കിട്ടിയില്ല, ഞങ്ങൾക്ക് ഇഷ്ടമായില്ല. അതുകൊണ്ട് പിന്നെ ഞങ്ങൾ എന്ത് ചെയ്തു, പിന്നെ ഞങ്ങൾ താമര കിട്ടിയെന്നെന്തോ, താമര ചെടി കിട്ടിയെന്നെന്തോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ താമര ചെടിയൊന്നും കിട്ടിയില്ല, അത് തപ്പിലായിരുന്നു പിന്നീടുണ്ടായിരുന്നു. അങ്ങനെ തപ്പി 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 ഞാനും കുറേ തപ്പി, പക്ഷെ ഒന്നും കിട്ടിയില്ല. അതുകൊണ്ട് ഞാൻ കയറി നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് കടക്കണമല്ലോ. പിന്നെ ഞങ്ങൾ ഒരു 6-10 ആയപ്പോഴത്തേനും ഫ്രണ്ടിൻ്റെ അച്ഛനൊക്കെ വിളിക്കാൻ തുടങ്ങി. അപ്പം പിന്നെ ഞങ്ങൾ എന്ത് ചെയ്തു, ഞങ്ങൾ കുറച്ച് കല്ലൊക്കെ പെറുക്കാൻ തുടങ്ങി. അപ്പോൾ ഈ സാധനം കിട്ടി, ഈ സാധനം നമുക്ക് ചെയ്യാമല്ലോ, നമുക്ക് ഓരോ ക്രിയേറ്റിവിറ്റി ഒക്കെ ചെയ്യാമല്ലോ വെച്ചിട്ട് ഞാൻ കൈ എടുക്കാണ്ടൊന്നിരുന്നില്ല. അത് കഴിഞ്ഞിട്ട് അത് കുറച്ച് കൊട്ടിക്കുടഞ്ഞിട്ടാണ് ഞങ്ങൾ പിന്നെയും ഇത് കൂടെ നടക്കണം. പക്ഷെ ഭയങ്കര അറപ്പാവും. എന്നാലും ഞങ്ങൾ നടന്നു 2 കണ്ണോട് കൂട്ടി പിടിച്ചിട്ട്. അത് നമ്മൾ കാര്യമൊക്കെ ആകുമ്പോൾ നമ്മളൊരു എന്താ പറയുക, ന്യൂ എക്സ്പീരിയൻസ് ആണ് ഇതൊക്കെ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഓട്ട മത്സരം വെച്ചു. ഓട്ട മത്സരത്തിൽ എല്ലാവരും സ്റ്റാർട്ട് കണ്ടാണ് ഓടുക. ഇവർ ഓടിയിട്ടാണ് സ്റ്റാർട്ട് പറയുന്നത്. ഞാൻ തോറ്റു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെയും ഇങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ കിട്ടി, അതൊക്കെ ഞാൻ എടുത്തു. കാരണം നമുക്ക് വേറെ പണിയൊന്നുമില്ലല്ലോ. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ പോകാറായി. അപ്പോൾ